ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മാൻ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. മലയാള സിനിമയുടെ റേഞ്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2024 ഇറങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക ചിത്രങ്ങളും വിജയിച്ചു കഴിഞ്ഞു. വെറുതെ അങ്ങ് വിജയിക്കുകയല്ല, മിക്ക ചിത്രങ്ങളും വമ്പൻ റെക്കോർഡുകൾ ഇട്ടുകൊണ്ടാണ് വിജയിക്കുന്നത്. അതും അന്യനാടുകളിൽ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അന്യനാടുകളിൽ വമ്പൻ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് മലയാള ചിത്രങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് ഈ 2024 തുടങ്ങിയതല്ല, 2023 അവസാനത്തിലും നമ്മൾ ഇത്തരത്തിൽ നല്ല ചിത്രങ്ങൾ വിജയിക്കുന്നതായി കണ്ടിരുന്നു. സോ ഇങ്ങനെ വിജയിക്കുന്ന ചിത്രങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് ഇങ്ങനെ വിജയിച്ചിട്ടുള്ള ഒട്ടുമിക്ക ചിത്രങ്ങളും റിയൽ ലൈഫ് ഇൻസിഡൻസുമായി ബന്ധപ്പെട്ട് വന്നതാണെന്നാണ് മനസ്സിലാകുന്നത്. എല്ലാ ചിത്രങ്ങളും എന്നല്ല എങ്കിലും കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കിടയിൽ മലയാളത്തിൽ വന്ന് വിജയിച്ചിട്ടുള്ള ഒട്ടുമിക്ക ചിത്രങ്ങളിലും ഈ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു എപ്പിസോഡിലൂടെ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കിടയിൽ മലയാള സിനിമയിൽ വന്നിട്ടുള്ള റിയൽ ലൈഫ് ഇൻസിഡൻസുമായി ബന്ധപ്പെട്ട് വിജയിച്ചതും പരാജയപ്പെട്ടതുമായിട്ടുള്ള ചിത്രങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തേത് മഞ്ഞുമൽ ബോയ്സ്. മലയാള സിനിമയുടെ സീൻ മാറ്റുമെന്ന് സുശിൻ പറയുകയും അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്ത ചിത്രമായിരുന്നു ഇത്. 2006 ഗുണ ഗേവിൽ വെച്ച് നടന്നിട്ടുള്ള ആ ഒരു റിയൽ സംഭവത്തെ ആസ്പദമാക്കിയിട്ടായിരുന്നു ഈ ഒരു ചിത്രം ഒരുക്കിയിരുന്നത്. ചിദംബരമായിരുന്നു ചിത്രത്തിന്റെ സംവിധാനം. സോ സുശിൻ പറഞ്ഞത് അതേപടി തന്നെ സംഭവിക്കുകയും തമിഴ്നാട്ടിലും മറ്റും ഈ ചിത്രം നമ്മൾ ഇതുവരെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്തത്ര രീതിയിലുള്ള വിജയമായി മാറുകയും ചെയ്തു. രണ്ടാമത്തേത് ആടുജീവിതം അഥവാ ദി ഗോഡ് ലൈഫ്. ഒരു നല്ല ജീവിതത്തിനായി ഗൾഫ് നാട്ടിലേക്ക് പോവുകയും അവിടെ വഞ്ചിക്കപ്പെട്ട് മരുഭൂമിയിൽ അകപ്പെട്ട് ദുരിതപൂർണമായ നാളുകളിലൂടെ കടന്നു പോവുകയും അവസാനം വിജയം നേടുകയും ചെയ്ത നജീബ് എന്നയാളുടെ സർവൈവൽ ത്രില്ലർ കഥ പറഞ്ഞു വന്ന ചിത്രമായിരുന്നു ആടുജീവിതം. ബ്ലസ്സി ആയിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തിരുന്നത്. 2008 ബെന്യാമിൻ എഴുതി പുറത്തു വന്നിരുന്ന ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കിക്കൊണ്ടായിരുന്നു ബ്ലസ്സി ഈ സിനിമ സംവിധാനം ചെയ്തത്. മഞ്ഞുമൽ ബോയ്സ് മലയാളത്തിന്റെ സീൻ മാറ്റുന്നത് നിർത്തിയെടുത്തു നിന്നായിരുന്നു ആടുജീവിതം തുടങ്ങിയത്. പിന്നീട് നമ്മൾ കണ്ടത് മലയാളത്തിൽ പുതിയ റെക്കോർഡുകൾ തകരുന്നതാണ്. ചിത്രത്തിനായി പൃഥ്വിരാജും ഹക്കീമിനെ അവതരിപ്പിച്ചിട്ടുള്ള ഗോകുലുമെല്ലാം എടുത്ത എഫേർട്ടും ഒരുപാട് പ്രശംസ നേടുകയും ഉണ്ടായി. 3 അന്വേഷിപ്പിൻ കണ്ടെത്തും. പ്രേമലു, മഞ്ഞുമൽ ബോയ്സ് എന്നീ ചിത്രങ്ങളുടെ വിജയത്തിനിടയിൽ അർഹിച്ച വിജയം നേടാൻ കഴിയാതെ പോയ മറ്റൊരു ചിത്രമായിരുന്നു അന്വേഷിപ്പിൻ കണ്ടെത്തും. നമ്മൾ സാധാരണ കാണുന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുറച്ച് സ്ലോ പേസ്ഡ് ആണെങ്കിൽ കൂടി നമ്മളെ ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ, അതും ഒന്നല്ല 2 ഇൻവെസ്റ്റിഗേഷൻ കേസുകളായിരുന്നു ചിത്രത്തിൽ കാണിച്ചിരുന്നത്. ടൊവിനോ തോമസ് നായകനായിട്ട് വന്നിട്ടുള്ള ഈ ചിത്രം ഡാർവിൻ കുര്യാക്കോസ് ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. സോ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള ആ 2 കൊലപാതക കേസുകളും റിയൽ ലൈഫിൽ കേരളത്തിൽ നടന്നിട്ടുള്ളതാണ് എന്നാണ് അറിയാനായി സാധിക്കുന്നത്. റിയൽ ലൈഫ് ഇൻസിഡൻസുമായി ബന്ധപ്പെട്ട് ഈ വർഷം തന്നെ പുറത്തു വന്നിട്ടുള്ള മറ്റൊരു ചിത്രമായിരുന്നു തങ്കമണി. രതീഷ് രഘുനാഥൻ തിരക്കഥെഴുതി സംവിധാനം ചെയ്തിട്ടുള്ള ഈ ചിത്രത്തിൽ ദിലീപ് ആയിരുന്നു നായകനായി വന്നിരുന്നത്. 1986 സെപ്റ്റംബർ 22 തങ്കമണി എന്ന ഗ്രാമത്തിൽ നടന്നിട്ടുള്ള ഒരു ക്രൂരമായിട്ടുള്ള കാര്യത്തെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു ഈ ചിത്രം പുറത്തു വന്നിരുന്നത്. പോലീസും നാട്ടുകാരുമായിട്ടുള്ള ഏറ്റുമുട്ടലും അതുമായി ബന്ധപ്പെട്ട് പോലീസ് ആ നാട്ടിൽ നടത്തിയിട്ടുള്ള ക്രൂരമായിട്ടുള്ള നരഹത്യയും വേട്ടയാടലുകളെയും എല്ലാമായിരുന്നു ചിത്രം ചർച്ച ചെയ്തിരുന്നത്. നേരത്തെ പറഞ്ഞിട്ടുള്ള ആടുജീവിതം, മഞ്ഞുമൽ ബോയ്സ്, അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നീ ചിത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ അധികം വിജയം നേടാതെ അല്ലെങ്കിൽ അധികം പ്രേക്ഷക പ്രശംസ നേടാതെ പോയൊരു ചിത്രം കൂടിയായിരുന്നു ഇത്. 5 കണ്ണൂർ സ്ക്വാഡ്. റോബി വർഗീസ് സംവിധാനം ചെയ്തിട്ടുള്ള ഈ ചിത്രത്തിൽ മമ്മൂട്ടിയായിരുന്നു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത്. പേര് പോലെ തന്നെ കണ്ണൂരിൽ നടന്നിട്ടുള്ള ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച കണ്ണൂർ സ്ക്വാഡ് എന്ന ഒരു ടീമിന്റെ കഥയായിരുന്നു ചിത്രത്തിലൂടെ പറഞ്ഞിരുന്നത്. റിയൽ ലൈഫിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളെല്ലാം വരുത്തി കുറച്ച് ആക്ഷനെല്ലാം മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഈ ചിത്രം ഒരുക്കിയിരുന്നതെങ്കിലും റിയൽ ലൈഫിലെ തെളിവുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും അതേപോലെ കൊണ്ടുവരാൻ ചിത്രത്തിൽ ശ്രമിച്ചിട്ടുമുണ്ട്. 6 2018. 2023 തുടക്കത്തിൽ മെയ് മാസമായിരുന്നു ഈ ചിത്രം റിലീസായിരുന്നത്. മഞ്ഞുമൽ ബോയ്സും ആടുജീവിതവുമെല്ലാം മോളിവുഡിനെ ഇത്തരമൊരു ലെവലിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് മുന്നേ 2023 തന്നെ ഒരുപാട് റെക്കോർഡുകൾ സൃഷ്ടിച്ച ചിത്രം കൂടിയായിരുന്നു ഇത്. കോമഡി ചിത്രങ്ങളുടെ സംവിധായകനായിട്ടുള്ള ജൂഡ് ആന്റണി ജോസഫ് ആയിരുന്നു ഈ ഒരു വെറൈറ്റി ചിത്രം സംവിധാനം ചെയ്തിരുന്നത്. 2018 കേരളത്തിൽ നടന്നിട്ടുള്ള ആ ഒരു പ്രളയത്തെ ആസ്പദമാക്കി അതുപോലെ തന്നെ ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടായിരുന്നു ജൂഡ് ആന്റണി ജോസഫും കൂട്ടരും ഈ ചിത്രം പുറത്തു കൊണ്ടുവന്നിരുന്നത്. ഇപ്പോൾ തിയേറ്ററിൽ വമ്പൻ വിജയമായി ഓടിക്കൊണ്ടിരിക്കുന്ന ആവേശം എന്ന ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള ജിത്തു മാധവൻ ആദ്യമായി തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു രോമാഞ്ചം. 2023 തുടക്കമായിരുന്നു ഈ ചിത്രം പുറത്തു വന്നിരുന്നത്. നേരത്തെ പറഞ്ഞിട്ടുള്ള റിയൽ ലൈഫ് ഇൻസിഡന്റ് ചിത്രങ്ങളായിട്ടുള്ള അതിപ്പോൾ ആടുജീവിതമാണെങ്കിലും തങ്കമണിയാണെങ്കിലും മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും കണ്ണൂർ സ്ക്വാഡ് ആണെങ്കിലും ഏതൊരു ചിത്രം എടുത്താലും വളരെ സീരിയസ് ആയി സെന്റിമെന്റ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റിനെ കോമഡിയുടെ അകമ്പടിയോടെയാണ് ഈ ചിത്രത്തിൽ കൊണ്ടുവന്നിരുന്നത്. ബാംഗ്ലൂരിൽ ഒന്നിച്ചുകൂടുന്ന മലയാളികളായിട്ടുള്ള ഒരു കൂട്ടം യുവാക്കളും
അവർക്കിടയിൽ വന്നു പോകുന്ന ഒരു ഓജോ ബോർഡും അതുമൂലം സംഭവിക്കുന്ന കാര്യങ്ങളുമെല്ലാമാണ് ചിത്രത്തിലൂടെ സംവിധായകൻ വളരെ മനോഹരമായി പറഞ്ഞിരുന്നത്. ഹൊറർ കോമഡി എന്നിങ്ങനെ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന കാര്യങ്ങളെ ഒത്തുചേർത്തുകൊണ്ട് മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നതിൽ ജിതു മാധവൻ നല്ല രീതിയിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. 8 പട. കമൽ KM സംവിധാനം ചെയ്തിട്ടുള്ള ഈ ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബൻ, ദിലീഷ് പോത്തൻ, വിനായകൻ, ജോജു ജോർജ് തുടങ്ങിയവരെല്ലാമായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. 1996 പാലക്കാട് ഡിസ്ട്രിക്ട് കളക്ടറെ ഒരു കൂട്ടം യുവാക്കൾ ബന്ദിയാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ ചിത്രം പുറത്തു വന്നിരുന്നത്. ചിത്രം വലിയ വിജയമോ അധികം പ്രശംസയൊന്നും നേടിയിട്ടുണ്ടോ എന്നറിയില്ല. എന്നിരുന്നാലും അന്ന് നടന്നിട്ടുള്ള പല കാര്യങ്ങളുടെയും സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ചിത്രത്തിന് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ വിജയം. 9 മലയൻ കുഞ്ഞ്. സജിമോൻ പ്രഭാകർ സംവിധാനം ചെയ്തിട്ടുള്ള ഈ ചിത്രത്തിൽ ഫഹദ് ഫാസിലായിരുന്നു നായകനായി വന്നിരുന്നത്. കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു ഉരുൾപൊട്ടലും അതിലൂടെ ആളുകൾക്ക് ജീവഹാനി വരെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ് ചിത്രത്തിലൂടെ പറഞ്ഞിരുന്നത്. കൂട്ടത്തിൽ ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും എല്ലാം അടിസ്ഥാനത്തിൽ താഴ്ന്ന ആൾക്കാരെയെല്ലാം കുറച്ചു കാണുന്ന ഒരാളുടെ മനോഭാവത്തിൽ വന്നിരിക്കുന്ന മാറ്റവും ചിത്രത്തിലൂടെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. 10 മാലിക്. മഹേഷ് നാരായണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള ഈ ചിത്രത്തിൽ ഫഹദ് ഫാസിലായിരുന്നു നായകനായി വന്നിരുന്നത്. 2009 ഭീമാപ്പള്ളിയിൽ നടന്നിട്ടുള്ള വെടിവെപ്പിനെ ആസ്പദമാക്കിയിട്ടായിരുന്നു ഈ ചിത്രം പുറത്തു കൊണ്ടുവന്നിരുന്നത്. അന്ന് നടന്ന സംഭവങ്ങളുടെ കൂടെ ഒരു പ്രണയവും മാസും ആക്ഷനും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മഹേഷ് നാരായണൻ ഈ ചിത്രം ഒരുക്കിയിരുന്നത്. എങ്കിലും സിനിമയുടെ ബേസിക് തീം എന്ന് പറയുന്നത് 2009 രാഷ്ട്രീയക്കാരും പോലീസുകാരുമെല്ലാം മുതലെടുപ്പിനായി അവിടെ നടത്തിയിട്ടുള്ള ആ വെടിവെപ്പ് തന്നെയായിരുന്നു. അവസാനത്തേത് കുറുപ്പ്. 2021 ദുൽഖർ സൽമാൻ നായകനായി പുറത്തു വന്ന ചിത്രമായിരുന്നു ഇത്. ശ്രീനാഥ് രാജേന്ദ്രനായിരുന്നു ചിത്രത്തിന്റെ സംവിധാനം. 1984 പണത്തിന് വേണ്ടി ചാക്കോ എന്ന യുവാവിനെ കൊന്ന് സുകുമാരക്കുറുപ്പ് നടത്തിയിട്ടുള്ള ആൾ മാറാട്ടത്തെക്കുറിച്ചും കൊലപാതകത്തെക്കുറിച്ചുമെല്ലാമാണ് ചിത്രത്തിലൂടെ പറഞ്ഞിരുന്നത്. ഇന്നോളം പിടികിട്ടാത്ത, ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത ആ ഒരു സുകുമാരക്കുറുപ്പിന്റെ കഥയാണ് കുറച്ച് മാസീനുകളുടെ എല്ലാം അകമ്പടിയോടെ സംവിധായകൻ അവതരിപ്പിക്കാനായി ശ്രമിച്ചിരുന്നത്. ഇതുകൂടാതെ കാപ്പ, ജനഗണമന, നാരൻ തുടങ്ങി കേരളത്തിലോ ഇന്ത്യയിലോ നടന്നിട്ടുള്ള ചില സംഭവങ്ങളെ ആസ്പദമാക്കി വന്നിട്ടുള്ളതോ ചില സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ചതോ ആയിട്ടുള്ള സിനിമകളും, കൂടാതെ 19ാം നൂറ്റാണ്ട്, മരക്കാർ, അറബിക്കടലിന് സിംഹം തുടങ്ങിയ ചരിത്രപരമായിട്ടുള്ള സിനിമകളും മലയാളത്തിൽ ഈ വർഷങ്ങൾക്കിടയിൽ വരികയും ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചെല്ലാം മറ്റൊരു വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ അടുത്തിടയ്ക്ക് വന്നിട്ടുള്ള 2-3 വർഷങ്ങൾക്കിടയിൽ മലയാളത്തിൽ വന്നിട്ടുള്ള റിയൽ ലൈഫ് ഇൻസിഡൻസുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഏതെങ്കിലും കാര്യങ്ങളെല്ലാം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കാവുന്നതാണ്. വീഡിയോയുടെ അവസാനിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ഈ ഒരു കുതിപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്താവുന്നതാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.